നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭരണപക്ഷമായിട്ടുള്ള CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ നീളുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നുവെന്ന ആരോപണം ശക്തമായതോടെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അതീവ രഹസ്യമായി ചോദ്യം ചെയ്തതും എന്നാൽ ആ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നതുമൊക്കെ തന്നെ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവായി പ്രതിപക്ഷം ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ്. ശബരിമലയിലെ പവിത്രതയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഈ ഒരു അഴിമതി കൊള്ള അത് ആ ആരോപണങ്ങൾ വരാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ കമ്മീഷണർ N. വാസു എന്നിവർക്കെതിരെയുള്ള കണ്ടെത്തലുകൾ CPM-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ശബരിമലയിലെ കട്ടളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും പതിപ്പിച്ച സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ പത്മകുമാർ പ്രതിയായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. വിഗ്രഹങ്ങളിലും മറ്റും പതിപ്പിച്ച സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് N. വാസുവാണെന്ന് SIT കണ്ടെത്തിയത് ഈ കേസിൽ നിർണായകമായി മാറി. ഈ രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഭക്തരുടെ സ്വത്ത് കട്ടുമുടിക്കുന്നവരാണെന്ന പ്രചരണം താഴെത്തട്ടിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അഴിമതി ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് തലപ്പത്ത് മാത്രമല്ല മന്ത്രിസഭാംഗങ്ങളിലേക്ക് നീളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ആക്ഷേപത്തിൽ മന്ത്രി VN വാസവൻ്റെ പങ്കും ഇവിടെ ചർച്ചയായി മാറുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രേഖകൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകാത്തത് ഏറെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിൻ്റെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മന്ത്രി ശ്രമിച്ചത്. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടിയെക്കുറിച്ച് അറിയില്ലെന്ന വാസവൻ്റെ വാദം അതൊരു മുടന്തൻ ന്യായമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ വിലയിരുത്തുന്നു. ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും വിവാദങ്ങൾ പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ നേതൃത്വം ഇടപെടുന്നുവെന്ന പരാതിയും ഇവിടെ വ്യാപകമാണ്. ബിനാമി ഇടപാടുകളിൽ നിന്ന് PP ദിവ്യയെ പോലുള്ളവരെ രക്ഷിക്കാനായിട്ട് പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും ഉപയോഗിച്ച് രംഗത്തിറങ്ങിയത് ഇതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനപ്പെട്ട പല നേതാക്കളും കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനും വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കുന്നത് വൻ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന് പാർട്ടി ഇവിടെ ഭയപ്പെടുന്നുണ്ട്. ഗതികേടിൻ്റെ അങ്ങേയറ്റത്താണ് ഇപ്പോൾ ഇടതുപക്ഷമെന്നും വിജയിപ്പിക്കാൻ കഴിയുന്ന മികച്ച പ്രതിച്ഛായയുള്ള സ്ഥാനാർത്ഥികളുടെ അഭാവം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. CPM-ന്റെ ചെങ്കോട്ടയായിട്ടുള്ള പയ്യന്നൂരിൽ പോലും പാർട്ടി നേരിടുന്ന വലിയ വിഭാഗീയത നേതൃത്വത്തിന് ഇപ്പോൾ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം പുറത്തു വന്നതോടുകൂടി സിറ്റിംഗ് MLA TI മധുസൂദനെതിരെ അവിടെ വലിയ രീതിയിലുള്ള പടയൊരുക്കം മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് V. കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ബ്രാഞ്ച് തലങ്ങളിൽ പോലും വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി മാറി. ആരോപണ വിധേയനായിട്ടുള്ള മധുസൂദനെ വീണ്ടും മത്സരിപ്പിച്ചാൽ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. പകരം P. ജയരാജനെ രംഗത്തിറക്കി പയ്യന്നൂരിലെ വിഭാഗീയതയ്ക്ക് അറുതി വരുത്താനുള്ള ഒരു പ്രയോഗം നടത്താനാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നീക്കം. ജയരാജനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകർ പയ്യന്നൂരിലുള്ളത് അത് പാർട്ടിയുടെ അവസാന പ്രതീക്ഷയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ പയ്യന്നൂരിലെ CPM-ന്റെ അടിത്തറ ഇളകുന്നത് ഇവിടെ വ്യക്തമാണ്. 2021 ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം വെറും 13,000-ലേക്ക് താഴുകയായിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ വർധനവുണ്ടായെങ്കിലും പാർട്ടിയിലെ നിലവിലെ ഗ്രൂപ്പ് പോലെ വരാനിരിക്കുന്ന പോരാട്ടത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതൃത്വം ഇവിടെ കണക്ക് കൂട്ടുകയാണ്. കുടുംബയോഗങ്ങൾ നടത്തി സ്ഥിതിഗതികൾ വിശദീകരിക്കാനായിട്ട് പാർട്ടി ശ്രമിച്ചെങ്കിലും പയ്യന്നൂർ മേഖലയിൽ അത് ഫലപ്രദമായിട്ടില്ല. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനം ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിർണായകമാകും. അഴിമതിയും വിഭാഗീയതയും ഒരുപോലെ വേട്ടയാടുന്ന CPM-ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് നിലനിൽപ്പിനായിട്ടുള്ള ഒരു കടുത്ത പോരാട്ടമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്.